നമസ്കാരം, എന്റെ പേര് സ്റ്റാനി. പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ലേൺ വൈസ് ഫാക്കൽറ്റി ആണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പേപ്പർ ആയിട്ടുള്ള സ്റ്റേറ്റ് സൊസൈറ്റി ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ യൂണിറ്റ് 1 നേച്ചർ ഓഫ് ദ സ്റ്റേറ്റ് പാർട്ട് 2 പോർഷൻസ് ആണ് ഇവിടെ കവർ ചെയ്യുന്നത്. ഇപ്പൊ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ ബേസിക് തോട്ട്സ്, അതിന്റെ ഡെഫിനിഷൻസ്, അല്ലെങ്കിൽ ഓരോ തിയറിസ്റ്റുകൾ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പേഴ്സ്പെക്റ്റീവ്സ്, ഓരോ തിയറിസ്റ്റും എന്ത് ഫീച്ചേഴ്സ് ആണ് സ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഓരോ പെർട്ടിക്കുലർ കാലഘട്ടത്തില് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ്, ലിബറൽ പെർസ്പെക്റ്റീവ്, നിയോ ലിബറൽ പെർസ്പെക്റ്റീവ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള മോഡേൺ തിയറീസ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇനി നമ്മൾ സെക്കൻഡ് പാർട്ടിൽ അത് കഴിഞ്ഞിട്ടുള്ള കണ്ടിന്യൂഷൻ ഏരിയാസ് ആണ് പറയുന്നത്. നിലവിലുള്ള സിസ്റ്റം അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിന്റെ കണ്ടംപററി സിറ്റുവേഷൻസിനെ കുറിച്ചാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ജനറേഷൻ വരെയും ഏതൊക്കെ രീതിയിലായിരുന്നു, ഇന്നത്തെ കാലഘട്ടം വരെ ഏതൊക്കെ രീതിയിലായിരുന്നു സ്റ്റേറ്റ് എന്നുള്ള കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലായിരുന്നു സ്റ്റേറ്റ് എന്നുള്ള ഒരു ഗവേണിംഗ് സ്ട്രക്ചർ നിലനിന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് ഇപ്പോൾ ഓരോ പെർസ്പെക്റ്റീവിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മള് ഈ കണ്ടംപററി എറയിൽ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്റ്റേറ്റ് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള സ്റ്റേറ്റിന്റെ പെർസ്പെക്റ്റീവ്സ് ആണ് ഇനിയുള്ള കാലഘട്ടത്തിൽ ആവശ്യം എന്നുള്ളതാണ് ഈ ഒരു പാർട്ടിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഗ്ലോബലൈസേഷന്റെ സമയത്ത് സ്റ്റേറ്റിന്റെ റോൾ എന്താണ് എന്നുള്ളത് കൂടെയാണ് ഈ ഒരു പാർട്ടിനകത്ത് ഡിസ്കസ് ചെയ്ത് പോവുക. ഇപ്പൊ ഫസ്റ്റ് ടോപ്പിക് ബ്രിങ്ങിങ് ദ സ്റ്റേറ്റ് ബാക്ക് ഇൻ ദ കണ്ടംപററി ഡിബേറ്റ്. അപ്പൊ അതിനകത്ത് നമ്മൾ ഫസ്റ്റ് പറയുന്നത് ഭട്ടാചാര്യയുടെ 3 എവല്യൂഷണറി പാരഡൈംസ് ഓഫ് ദ സ്റ്റേറ്റ് എന്നുള്ളതാണ്. ഘട്ടമായിട്ടാണ് സ്റ്റേറ്റിന്റെ എവല്യൂഷനെ കുറിച്ച് ഭട്ടാചാര്യ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ 3 ഘട്ടത്തെയും ഇദ്ദേഹം മാർക്ക് എന്ന ടേം കൊണ്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. മാർക്ക് 1 എന്നുള്ളത് ലോ സ്റ്റേറ്റ് പാരഡൈം ആണ്. അതായത് 1860s മുതൽ 1930s വരെയുള്ള കാലഘട്ടമാണ്. ഈ ഒരു സമയത്ത് ലേസസ് ഫെയർ പോളിസി അല്ലെങ്കിൽ ലേസസ് ഫെയർ ഐഡിയോളജി ഭയങ്കരമായിട്ട് പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അതായത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളെയും നോക്കുക, അതായത് ഒരു വാച്ച്മാന്റെ ഡ്യൂട്ടി എന്താണോ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളെയും കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ആ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റോളായിരുന്നു സ്റ്റേറ്റിന് ഉണ്ടായിരുന്നത്. ലോ മെയിൻറ്റെയിൻ ചെയ്യുക, ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക, പ്രോപ്പർട്ടി സംരക്ഷിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ ലോ സ്റ്റേറ്റ് പാരഡൈം എന്ന് പറയുന്ന കാലഘട്ടത്തിലെ സ്റ്റേറ്റിന്റെ റോൾ എന്ന് പറയുന്നത്. ഇപ്പോ ആ സമയത്ത് മാർക്സിസ്റ്റ് സപ്പോർട്ടാണ് അയണിക്കലി ഉണ്ടായിരുന്നതെങ്കിലും സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി ടൂളായിട്ടായിരുന്നു നിലനിന്നിട്ടുണ്ടായിരുന്നത്. സ്വയം തന്നെ ഡിസോൾവ് ചെയ്ത് പോകുന്നതിന് മുമ്പ് നിലനിൽക്കുന്ന ഒരു ടെമ്പററി ടൂൾ എന്നുള്ള രീതിക്കായിരുന്നു സ്റ്റേറ്റ് നിലനിന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള മാർക്ക് 1 ലോ സ്റ്റേറ്റ് പാരഡൈമിനകത്ത് ഈ 3 എവല്യൂഷണറി പാരഡൈംസ് ഓഫ് സ്റ്റേറ്റിനകത്ത് ഭട്ടാചാര്യ പറഞ്ഞു വെക്കുന്നത്. ഇനി നെക്സ്റ്റ് എവല്യൂഷണറി സ്റ്റേജ് എന്ന് പറയുന്നത് മാർക്ക് 2 ഹൈ സ്റ്റേറ്റ് പാരഡൈം. അതായത് 1930s മുതൽ 1970s വരെയുള്ള കാലഘട്ടമാണ്. അതായത് ഡിപ്രഷന്റെ സമയം, പോസ്റ്റ് ഡിപ്രഷന്റെ സമയം, അതുപോലെ തന്നെ വേൾഡ് വാർ സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ള സമയം, ആ ഒരു കാലഘട്ടമാണ് ഹൈ സ്റ്റേറ്റ് പാരഡൈം എന്ന് പറയുന്നത്. ഇവിടെ അതേപോലെ തന്നെ കൈനസിസത്തിന്റെ ഒരു ഉയർച്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് സ്റ്റേറ്റ് എപ്പോഴും മാർക്കറ്റിന്റെ ഫെയിലിയേഴ്സിനെ കറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യുന്നതിന് അതിനു വേണ്ടിയിട്ട് സ്റ്റേറ്റ് എപ്പോഴും മാർക്കറ്റ് സ്ട്രക്ചറിനകത്തേക്ക് ഒരു ഇന്റർവീൻ ചെയ്യുന്നതായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു സ്റ്റേജിൽ അതേപോലെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു വെൽഫെയർ സ്റ്റേറ്റ് മോഡലാണ്. അതായത് പബ്ലിക്കിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക, അല്ലെങ്കിൽ പബ്ലിക്കിന് വേണ്ടിയിട്ട് നിലകൊള്ളുക എന്നുള്ളൊരു പെർസ്പെക്റ്റീവ്, പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ്, റീഡിസ്ട്രിബ്യൂഷൻ, സ്റ്റേറ്റ് ക്യാപിറ്റലിസം തുടങ്ങിയിട്ടുള്ള തോട്ട്സ് ഒക്കെ വരുന്ന ഒരു സ്റ്റേജ് ആണ് മാർക്ക് 2 ഹൈ സ്റ്റേറ്റ് പാരഡൈം എന്ന് പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് മാർക്ക് 3 സ്റ്റേജ് 3 ആണ് നിയോ ലിബറൽ ലോ സ്റ്റേറ്റ് എന്ന് പറയുന്ന സ്റ്റേജ് വരികയാണ്. 1980s മുതലുള്ള കാലഘട്ടമാണ് ഈ ഒരു മാർക്ക് 3 എന്ന് പറയുന്നത്.
അപ്പൊ അവിടെ IMF, വേൾഡ് ബാങ്കിന്റെ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാംസ്, അതുപോലെ തന്നെ ടാച്ചറിസം തുടങ്ങിയിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയമാണ് ഈ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. അവിടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അത്രയും നാളുണ്ടായിരുന്ന ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ അത്രയും നാളുണ്ടായിരുന്ന ആ റോളിൽ നിന്ന് കുറച്ചും കൂടെ താഴേക്കുള്ള ഒരു റോളിലേക്ക്, അതായത് എൻഫോഴ്സ് ചെയ്ത എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നവർ എന്നതിൽ നിന്ന് കോൺട്രാക്റ്റുകളായി മാറി തുടങ്ങുന്നു. അതുപോലെ തന്നെ മാർക്കറ്റ് മെക്കാനിസത്തിനെ പ്രിസർവ് ചെയ്യുന്ന വക്താക്കളായി മാറുന്നു. പ്രൈവറ്റ് പ്രോപ്പർട്ടീനെ ഡിഫെൻഡ് ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറുന്നു. അതായത് അത്രയും നാളും കണ്ടിരുന്ന പെർസ്പെക്റ്റീവ്സിൽ നിന്ന് ഒരു പടി താഴേക്ക് ഇറങ്ങുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് സ്റ്റേജ് 3 ആയിട്ടുള്ള മാർക്ക് 3 നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രൈവറ്റൈസേഷൻ, ഡൗൺ സൈസിങ്, ഡീറെഗുലേഷൻ തുടങ്ങിയിട്ടുള്ളതിലേക്ക് സ്റ്റേറ്റ് എത്തപ്പെടുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പെർസ്പെക്റ്റീവ്സിന്റെ ഒക്കെ വളർച്ച അല്ലെങ്കിൽ ഈ ഒരു എവല്യൂഷണറി പാരഡൈമിന്റെ വളർച്ചയോട് കൂടിയിട്ട് എൻഡിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരികയാണ്. അതായത് ഗ്രാൻഡ് തിയറീസിന്റെ അവസാനം ഉണ്ടാവുകയാണ്. അതായത് ഇന്റലക്ച്വൽ ഫൗണ്ടേഷൻസ് ആയിട്ടുള്ള സ്റ്റേറ്റിനെ സംബന്ധിച്ച് ഇന്റലക്ച്വൽ ഫൗണ്ടേഷൻസ് നമ്മൾ വിശേഷിപ്പിക്കുന്ന എൻഡ് ഓഫ് ഐഡിയോളജി, എൻഡ് ഓഫ് ഹിസ്റ്ററി, കൺവേർജൻസ് തിയറി, ഇത്രയും സാധനങ്ങളുടെയും ഒരു അവസാനം അല്ലെങ്കിൽ അതിന്റെ ഒരു അന്ത്യം എന്ന് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ തിയറീസ് ഒക്കെ ബേസിക്കലി പറഞ്ഞുകൊണ്ടിരുന്നത് മാർക്കറ്റ്, അതുപോലെ തന്നെ ലിബറൽ ഡെമോക്രസി എന്നുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ സ്റ്റേറ്റ് ആണ് അബ്സല്യൂട്ട് എന്നുള്ളൊരു സാധനമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട്, അതായത് ഈ ഒരു തിയറീസ് അവസാനിക്കുന്നതോട് കൂടിയിട്ട് പ്രാക്ടിക്കൽ റിയാലിറ്റീസ് ആണ് കുറച്ചും കൂടെ വേണ്ടത്. അതുപോലെ കോൺട്രാഡിക്ടറി ആയിട്ടുള്ള തിയറീസിന്റെ ആവശ്യകതയല്ല ഉള്ളത്, പ്രാക്ടിക്കൽ ആയിട്ടുള്ള തിയറീസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഐഡിയോളജീസ് ആണ് സൊസൈറ്റിയിൽ ആവശ്യം എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് സൊസൈറ്റിയിൽ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും റിയലൈസേഷന്റെ സ്റ്റേജ് ആണ്. നമുക്ക് ഇപ്പോഴും ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് ആവശ്യമാണ്. പക്ഷെ ആ സ്റ്റേറ്റിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ പാറ്റേൺ എന്തായിരിക്കണമെന്ന് ആൾക്കാർ റിയലൈസ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് നെക്സ്റ്റ് ഉണ്ടാവുന്നത്. അപ്പൊ ആ സ്റ്റേജിൽ പ്രാക്ടിക്കൽ ഗ്ലോബൽ ഡെവലപ്മെന്റ്സ് സ്റ്റേറ്റ് ഐഡിയോളജിക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ഒരു പെർസ്പെക്റ്റീവിലേക്ക് കടന്നു വരുന്നത്. അതായത് സ്വാഭാവികമായിട്ട് അന്നുണ്ടായിരുന്ന എക്കണോമിക് ക്രൈസിസ്, COVID-19 പാൻഡമിക്, ഗ്ലോബൽ ഇൻഇക്വാളിറ്റി, എൻവയൺമെന്റൽ ചേഞ്ചസ്, നാഷണൽ സെക്യൂരിറ്റി ത്രെറ്റ്സ്, ഇതൊക്കെ കാരണം സൊസൈറ്റിക്ക് ആവശ്യം അന്നത്തെ സൊസൈറ്റിയുടെ നീഡ് എന്തെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള മിനിമലിസ്റ്റിക് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ഗ്ലോബൽ ഡെവലപ്മെന്റ്സ് ആണ് കൊണ്ടുവരേണ്ടത് എന്നുള്ള ഒരു റിയലൈസേഷനിലേക്ക് സൊസൈറ്റി എത്തുകയും ചെയ്യുന്നു. അപ്പോ സ്റ്റേറ്റ് എന്ന് പറയുന്ന പെർസ്പെക്റ്റീവിനകത്ത് ഉണ്ടായിരുന്ന പഴയ ആ ഒരു ചിന്താഗതിയിൽ നിന്ന് സ്റ്റേറ്റ് പിന്നീട് റെഗുലേറ്റർ, ക്രൈസിസ് മാനേജർ, വെൽഫെയർ പ്രൊവൈഡർ, സ്ട്രാറ്റജിക് ഇൻവെസ്റ്റർ തുടങ്ങിയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ആ പൊസിഷനിലേക്ക് സ്റ്റേറ്റ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഈ തിരിച്ചുപോക്ക് അല്ലെങ്കിൽ ഈ ഒരു പഴയ ഫോമിലേക്കുള്ള തിരിച്ചുവരവ് സ്റ്റേറ്റിന്റെ നിലനിൽക്കുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. ഇനി ക്രിട്ടിക്കൽ തിയറീസ് റീഅസെഷൻ ഓഫ് ദ സ്റ്റേറ്റ്, അതായത് ജെർഗൻ ഹാബർമാസും ക്ലൗസോഫിന്റെയും ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് ആണ്. ക്യാപിറ്റലിസത്തിന്റെ ഒരു ക്രിറ്റിസിസം ആയിട്ടാണ് ഈ ക്രിട്ടിക്കൽ തിയറി വരുന്നത്. ഇപ്പോൾ മോഡേൺ സ്റ്റേറ്റുകൾ പ്രധാനമായിട്ട് ലെജിറ്റിമേഷൻ ക്രൈസിസ് ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ആ സ്റ്റേറ്റിന്റെ നടത്തിപ്പിന് അല്ലെങ്കിൽ ആ സ്റ്റേറ്റിന്റെ നീഡിന് വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ അക്യുമുലേഷൻ ചെയ്യാനും അതേപോലെ തന്നെ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് സോഷ്യൽ വെൽഫെയറിന്റെ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് നിലനിൽക്കുന്ന ഒരു വസ്തുതയാവുകയാണ്. സ്റ്റേറ്റ് ഈ ഒരു പെർട്ടിക്കുലർ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം നിലനിൽക്കുന്ന ഒരു മീഡിയേറ്റർ റോളിലേക്ക് ചുരുങ്ങി പോവുകയാണ് എന്നുള്ളത് പറയുകയാണ്. അപ്പോൾ സ്റ്റേറ്റിന്റെ ആ റോൾ അതുകൊണ്ട് തന്നെ സിംബോളിക് അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ ആയിട്ട് മാറുന്നതായിട്ട് കാണേണ്ടി വരുന്നു എന്നുള്ളതാണ് ക്രിട്ടിക്കൽ തിയറിക്കകത്ത് പറയുന്നത്. ഇനി സെഡാസ് പോപ്പുലറിന്റെ റിലേറ്റീവ് ഓട്ടോണമി ഓഫ് ദ സ്റ്റേറ്റ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ക്ലാസ് ഇൻട്രസ്റ്റുകൾ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു വസ്തുതയല്ല, നേരെ മറിച്ച് അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചറുമാണ്, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറുമാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഓട്ടോണമി എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതായത് ഈ ഇൻഡിപെൻഡന്റ് സ്ട്രക്ചർ എന്നുള്ളതിനകത്ത്
പ്രധാനമായിട്ട് അവർ പറഞ്ഞു വെക്കുന്നത് ജിയോപൊളിറ്റിക്കൽ പ്രഷേഴ്സ്, അതുപോലെ തന്നെ ഇന്റേണൽ അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിലിറ്റീസ്, ലീഡർഷിപ്പ് ഡിസിഷൻസ്, ക്രൈസിസ് റെസ്പോൺസ് കാപ്പബിലിറ്റി, ഈ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ തന്നെയാണ് സ്റ്റേറ്റ് എന്നുള്ളതാണ് ടെഡാസ്കോപ്പോൾ അദ്ദേഹത്തിന്റെ തിയറി ആയിട്ടുള്ള റിലേറ്റീവ് ഓട്ടോണമി ഓഫ് ദ സ്റ്റേറ്റിനകത്ത് പറയുന്നത്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ആക്ടേഴ്സിനെ ഷെയ്പ്പ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ജസ്റ്റ് ഈ അവരുടെ ആവശ്യങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതിനപ്പുറം അവരെ ഷെയ്പ്പ് ചെയ്യാനായിട്ടും കൂടെയാണ് സ്റ്റേറ്റ് എന്നുള്ള കൺസെപ്റ്റ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് തിയറിസ്റ്റ് പറഞ്ഞു വെക്കുന്നത്. ഇനി ഡേവിഡ് ഈസ്റ്റന്റെ ഫോർഫോൾഡ് ജസ്റ്റിഫിക്കേഷൻ ഫോർ സ്റ്റേറ്റ് റിവൈവൽ ഡേവിഡ് ഈസ്റ്റന്റെ തിയറിയാണ്. അപ്പോൾ ഏത് പെർസ്പെക്ടീവ്സ് ആണ് ഈ 4 എന്നുള്ളതാണ് പറയുന്നത്. ഡേവിഡ് ഈസ്റ്റൻ പറയുന്നത് പൊളിറ്റിക്സ് എന്ന് പറയുന്നതിനകത്ത് കൃത്യമായിട്ട് സ്റ്റേറ്റിനെ കുറിച്ച് എക്സാമിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ കൃത്യമായിട്ട് സ്റ്റേറ്റിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്ന ഒരു തിയറിയുടെ ആവശ്യകതയുണ്ട്. കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ് എന്നതിനപ്പുറം സ്റ്റെബിലിറ്റിയും ഓർഡറും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അന്നത്തെ സൊസൈറ്റിക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന സൊസൈറ്റിയുടെ നീഡും നെസസിറ്റിക്കും അനുസരിച്ചിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ആയിരിക്കണം അത്. മാർക്കറ്റ് ഫോഴ്സുകൾ അല്ലെങ്കിൽ മാർക്കറ്റ് ഫെയിലിയേഴ്സിനെ റീഡിസ്കവർ ചെയ്യാൻ പറ്റുന്ന അത്തരത്തില്, അല്ലെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കണം സ്റ്റേറ്റ് എന്നുള്ളത് ഡേവിഡ് ഈസ്റ്റൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പൊ പോളിസി സ്റ്റഡീസ് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ നടപ്പിലാക്കണം. അതായത് സ്റ്റേറ്റ് സെൻട്രിക് ആയിട്ടുള്ള ഒരു അനലിറ്റിക്കൽ ഫ്രെയിമിന്റെ അടിസ്ഥാനത്തിൽ പോളിസി സ്റ്റഡീസ് റിക്വയർഡ് ആണ്, അത് നീഡഡ് ആണ് എന്നുള്ളതും ഡേവിഡ് ഈസ്റ്റൻ ഫോർഫോൾഡ് ജസ്റ്റിഫിക്കേഷനകത്ത് പറയുന്നുണ്ട്. ഇനി സാമുവൽ ഹണ്ടിങ്ടൺ പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണലിസം ഓവർ പോപ്പുലിസം. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ തിയറിക്കകത്ത് പറയുന്നത് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയെ സംബന്ധിച്ച് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിക്ക് പ്രധാനമായിട്ട് ആവശ്യമുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രെങ്ത് ആണ്. അതായത് അദ്ദേഹം പറയുന്നത് പബ്ലിക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത് വഴി മാത്രമേ മാസ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ പോസിബിൾ ആവുകയുള്ളൂ. അപ്പോൾ മാസ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷന് മുമ്പ് തന്നെ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡെവലപ്പ് ചെയ്യുക, ആ ഒരു തോട്ട് അല്ലെങ്കിൽ ആ ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൃത്യമായിട്ടുള്ള അതിന്റെ ഡെവലപ്മെന്റ് നടന്നാൽ മാത്രമേ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻസ് വീക്ക് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഡെവലപ്മെന്റ് പോസിബിൾ അല്ലാന്നുണ്ടെങ്കിൽ ആ സൊസൈറ്റിയിൽ സ്വാഭാവികമായിട്ട് പൊളിറ്റിക്കൽ ഡീകെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് സാമുവൽ ഹണ്ടിങ്ടൺ പറയുന്നത്. ഇനി റിച്ചാർഡ് ബോക്സ് പറയുന്നത് വൈ സ്റ്റേറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു ബിസിനസ് എന്നുള്ള പെർസ്പെക്റ്റീവ് ആണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഗവൺമെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗവൺമെന്റിനകത്തുള്ള ഗവേണൻസ് എന്ന് പറയുന്ന പ്രക്രിയ ഒരു മാർക്കറ്റ് ലോജിക് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. മാർക്കറ്റ് മെക്കാനിസത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മാർക്കറ്റ് ലോജിക്കിന്റെ അടിസ്ഥാനത്തിലോ ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവേണൻസ് എന്ന് പറയുന്നത് മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് റിച്ചാർഡ് ബോക്സ് പറയുന്നത്. അതായത് ബേസിക്കലി സ്റ്റേറ്റിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് വാല്യൂ ഡ്രിവൺ ആണ്, എത്തിക്കൽ ആണ്, അതുപോലെ പബ്ലിക് ഓറിയന്റഡ് ആണ്, സിറ്റിസൺസ് ആണ് അതിന്റെ പാർട്ടിസിപ്പൻസ്, അല്ലാതെ ബിസിനസ്സിനകത്തുള്ളതുപോലെ കസ്റ്റമേഴ്സ് അല്ല എന്നുള്ളതാണ് റിച്ചാർഡ് ബോക്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബ്യൂറോക്രസി എന്ന് പറയുന്നത് നമ്മൾ ബിസിനസ്സിനകത്ത് പറയുന്നത് മാതിരി ജസ്റ്റ് സർവീസ് പ്രൊവൈഡറോ അല്ലെങ്കിൽ സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ആൾക്കാരോ അല്ല. അവര് പബ്ലിക് ഇൻട്രസ്റ്റ് നിലനിർത്താനായിട്ട് അല്ലെങ്കിൽ പബ്ലിക് ഇൻട്രസ്റ്റുകൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വക്താക്കളാണ് ബ്യൂറോക്രാറ്റിക് റൂളേഴ്സ് എന്നുള്ളതാണ് റിച്ചാർഡ് ബോക്സ് പറഞ്ഞു വെക്കുന്നത്. ഇനി ദ ഗ്ലോബൽ സൗത്ത് സ്റ്റേറ്റ്സ് റോൾ ഇസ് ഇൻഡിസ്പെൻസിബിൾ. അതായത് ഈ നിയോ ലിബറൽ സ്ട്രാറ്റജീസിന്റെ ഫെയിലിയർ, ആ ഒരു ഫെയിലിയർ കാരണം സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന പോവേർട്ടി, അൺഎംപ്ലോയ്മെന്റ്, ഇൻഇക്വാളിറ്റി തുടങ്ങിയ സാധനങ്ങളിലൊക്കെ അല്ലെങ്കിൽ തുടങ്ങിയ പെർസ്പെക്ടീവ്സിനകത്തൊക്കെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുകയാണ് സൊസൈറ്റിയിൽ. പോസിറ്റീവ് ചേഞ്ചസ് ആയിരിക്കില്ല ഉണ്ടാവുന്നത്. ആ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. സോ ആ ഒരു സമയത്ത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുക, റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുക, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബിൽഡ് ചെയ്യുക, അതുപോലെ തന്നെ മാർക്കറ്റ് ഫെയിലിയേഴ്സിനെയും അതുപോലെ എക്സ്പ്ലോഷൻസിനെയും അഡ്രസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു വസ്തുതയായിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു ഇതിനകത്ത് പറയുന്നത്. അതായത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡീപ്പണിങ് ഡിപ്രിവേഷൻ ആയിരിക്കണം പോസിബിൾ ആകുന്നത് സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളുന്ന സൊസൈറ്റിയുടെ
നീഡ് എന്താണ്, നെസസിറ്റി എന്താണോ അതിനനുസരിച്ച് ആവശ്യകത എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം സ്റ്റേറ്റ് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. ഇപ്പൊ രജനി കോത്താരി സ്ട്രക്ചറൽ സെൻട്രാലിറ്റി ഓഫ് ദി സ്റ്റേറ്റ് എന്നുള്ളതിനകത്ത് ബ്രീഫായിട്ട് സ്റ്റേറ്റിന്റെ ആവശ്യകത എന്താണ് അല്ലെങ്കിൽ സ്ട്രക്ചർ എന്തായിരിക്കണം എന്ന് പറയുകയാണ്. അപ്പൊ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി ഫോർമേഷന്റെ ഒരു സെന്റർ ആയിരിക്കണം. ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു ടെറിട്ടറിയുടെ ഐഡന്റിറ്റി ഫോർമേഷന്റെ ഒരു സെന്റർ ആയിരിക്കണം. പോസ്റ്റ് കൊളോണിയൽ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്, രജനി കോത്താരി സംസാരിക്കുന്നത്. മാനേജേരിയൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് എന്നുള്ള ഏതെങ്കിലും ഒരു പെർസ്പെക്റ്റീവിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ രണ്ട് മേഖലയിലേക്ക് മാനേജീരിയലും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് റീച്ചും എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള കൺസെപ്റ്റുകളായിരിക്കണം സ്റ്റേറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ മോഡേൺ നേഷൻ സ്റ്റേറ്റ്സ് ഹോമോജനസും അതുപോലെ സെൻട്രലൈസ്ഡും സ്റ്റാൻഡേർഡൈസ്ഡും ആയിട്ടുള്ള ടെക്നിക്സും പോസിബിലിറ്റീസും അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതും രജനി കോത്താരി പറയുന്നുണ്ട്. പിന്നെ അവർ പറയുന്നത് ഒരു മാസ് സൊസൈറ്റിയുടെ എമർജൻസ് അല്ലെങ്കിൽ അതിന്റെ വളർച്ച സ്വാഭാവികമായിട്ട് സ്റ്റേറ്റ് ഡിപ്പെൻഡൻസിയിലേക്ക് സൊസൈറ്റിനെ എത്തിക്കുന്നതായിട്ട് രജനി കോത്താരി പറഞ്ഞു വെക്കുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു പൊളിറ്റിക്സ് എന്നുള്ള കൺസെപ്റ്റിനകത്ത് സ്റ്റേറ്റിന്റെ വളർച്ചയെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ കൈനസ്, പോളിനി, ഇന്നസ് ഇവരുടെ മൂന്ന് പേരുടെയും പെർസ്പെക്ടീവ്സിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. കൈനസിന്റെ ഒരു പെർസ്പെക്ടീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നതിന് സൊസൈറ്റിയിലുള്ള ഡിമാൻഡ്, ജോബ്സ്, എക്കണോമീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കൈനസ് പറയുന്നത്. പൊളിനി പറയുന്നത് മാർക്കറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വസ്തുതയായിരിക്കും. പക്ഷെ അത്തരത്തിൽ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒന്നിനെ സ്റ്റേറ്റ് റെഗുലേറ്റ് ചെയ്യണം. അതായത് ലേബറിന്റെയും ലാൻഡിന്റെയും മണിയുടെയും അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് പൊളിനി പറയുന്നത്. ഇന്നസ് പറയുന്നത് മാർക്കറ്റ്സ് എന്ന് പറയുന്നതിനെ സെൽഫ് ഡിസ്ട്രക്റ്റ് ആയിട്ട്, അതായത് സ്വയം നശിച്ചു പോകാത്ത രീതിയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് എപ്പോഴും സ്റ്റേറ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇന്നസ് പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഇതിനൊരു റിയൽ വേൾഡ് എക്സാമ്പിൾസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏഷ്യയിലെ തന്നെ എക്സാമ്പിൾസ് ആണ് നമ്മൾ പറയുന്നത്. ഒന്ന് പറയുന്നത് സൗത്ത് കൊറിയ. സൗത്ത് കൊറിയ ക്യാപിറ്റലിസ്റ്റ് കോമ്പറ്റീഷനെയും അതുപോലെ തന്നെ സോഷ്യൽ പ്രൊട്ടക്ഷനെയും കൃത്യമായിട്ടൊരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു രാഷ്ട്രമാണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഇന്നോവേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുന്ന ഒരു രാജ്യമാണ് സൗത്ത് കൊറിയ. ഇനി ചൈനയാണെന്നുണ്ടെങ്കിൽ ഒരു ഹൈബ്രിഡ് മോഡൽ ആയിട്ടുള്ള ഒരു ഗവേണിംഗ് സിസ്റ്റം ആണ് അവിടെ നടക്കുന്നത്. അതായത് ഫ്രീ മാർക്കറ്റ് റിഫോംസും അതിന്റെ കൂടെ തന്നെ സ്റ്റേറ്റ് ലെഡ് പ്ലാനിങ്ങും കൂടെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ചൈന എന്ന് പറയുന്നത്. സ്ട്രാറ്റജിക് സെക്ടേഴ്സിലും അതുപോലെ സോഷ്യൽ വെൽഫെയറിലും കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ മറ്റു രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ശക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് കൺട്രോൾ ഉള്ള ഒരു രാജ്യം കൂടെയാണ് ചൈന എന്ന് പറയുന്നത്. ഇനി സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ്സ് ആൻഡ് എക്സ്റ്റേണൽ പ്രഷേഴ്സ് എന്നുള്ളതാണ് പറയുന്നത്. സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് സ്വാഭാവികമായിട്ട് IMF അല്ലെങ്കിൽ വേൾഡ് ബാങ്ക് ഫോഴ്സ് മാർക്കറ്റ് ലിബറലൈസേഷന് വേണ്ടിയിട്ട് തുടങ്ങുന്ന വസ്തുതകളാണ്. അപ്പോ അത് ഡെവലപ്പിംഗ് കൺട്രീസിന് സ്വാഭാവികമായിട്ട് IMF അല്ലെങ്കിൽ വേൾഡ് ബാങ്കിന്റെ മുമ്പിലോ ചോയ്സുകൾ ഉണ്ടാവില്ല. അത് ആ ഒരു ഇതിനകത്ത് പാർട്ടായേ പറ്റുള്ളൂ എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഡെവലപ്പിംഗ് കൺട്രീസിനകത്ത് ഉണ്ടാവുക. അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ റിസൾട്ട് ഉണ്ടാകുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ വീക്ക്നെസ്സും അതുപോലെ തന്നെ ഇൻഇക്വാളിറ്റിക്കുള്ള സാധ്യതകള്, പോളിസി പാരാലിസിസ്. അതായത് ഈ ഡെവലപ്പിംഗ് കൺട്രീസിൽ ആ ഒരു രാജ്യത്തിന്റെ സിറ്റുവേഷനനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തിന്റെ നീഡിനനുസരിച്ചിട്ടോ ആയിരിക്കില്ല ചിലപ്പോ പോളിസീസ് ഉണ്ടാവുക. ഈ IMFന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ വേൾഡ് ബാങ്കിന്റെ ആ റൂൾസും റെഗുലേഷൻസിനെയും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനോട് ഒപ്പം നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള പോളിസീസ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ഈ മൂന്ന് കാര്യങ്ങളും കൃത്യമായിട്ട് ആ രാജ്യത്തിന്റെ രീതിയിലല്ലാത്തത് കൊണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് റിസൾട്ടുകളൊന്നും പോസിറ്റീവ് ആയിട്ട് ആ സ്റ്റേറ്റിന് ഉണ്ടായിക്കോണമെന്നില്ല. അപ്പൊ അൾട്ടിമേറ്റ്ലി ഇതിൽ നിന്ന് എന്തുണ്ടാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ IMFന്നോ അല്ലെങ്കിൽ വേൾഡ് ബാങ്കിന്നോ ഒക്കെ വിഡ്രോവൽ, അതായത് അവിടുന്ന് പിൻവലിഞ്ഞാൽ മാത്രം ഒരു ബെറ്റർ ഗവേണൻസ് പോസിബിൾ ആകും എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് സൊസൈറ്റി എത്തുന്ന ഒരു രീതിയിലേക്ക് വരാനായിട്ട് തുടങ്ങും. ഇപ്പൊ പോസ്റ്റ് സ്റ്റേറ്റ് യുട്ടോപ്പിയ എ മിസ്പ്ലേസ്ഡ് ഡിബേറ്റ്. അതായത് ഇപ്പൊ ആ ഒരു പെർസ്പെക്റ്റീവ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച ആ തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിൽ നിന്ന്
സ്വാഭാവികമായിട്ട് ആ ഒരു IMF അല്ലെങ്കിൽ വേൾഡ് ബാങ്കിൽ നിന്നൊക്കെ പിൻവലിയുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഏത് നമ്മൾ ചൂസ് ചെയ്യണം, ഏത് രീതിയിലുള്ള ഗവേണൻസ് നമ്മൾ ചൂസ് ചെയ്യണം എന്നുള്ളൊരു പെർസ്പെക്റ്റീവും, അതുപോലെ തന്നെ എങ്ങനെ നമ്മുടെ ഗവേണിംഗ് സിസ്റ്റത്തിനെ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് കൺഫ്യൂഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പൊ ഫാൾസ് ഡൈക്കോട്ടമി ഉണ്ടാകും ആ ഒരു സിറ്റുവേഷനിൽ. മാർക്കറ്റ് ലെഡ് ഗവേണൻസ് ആണോ വേണ്ടേ, സ്റ്റേറ്റ് ലെഡ് ഗവേണൻസ് ആണോ വേണ്ടേ എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് വരും. ആക്ച്വൽ സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് രണ്ടും എസെൻഷ്യലുമാണ്, ഇത് രണ്ടും ഇന്റർഡിപെൻഡന്റുമാണെന്ന് പറയാം. അതായത് ഏതെങ്കിലും ഒന്ന് മാത്രമായിട്ട് സ്റ്റേറ്റ് മുമ്പോട്ട് പോവുക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കൽ ആയിരിക്കില്ല. ചില കാര്യങ്ങളിൽ മാർക്കറ്റ് ലെഡ് ഗവേണൻസും വേണ്ടിവരും, ചിലതിൽ സ്റ്റേറ്റ് ലെഡ് ഗവേണൻസും വേണ്ടിവരും. അപ്പൊ ഈ രണ്ട് വസ്തുതകളും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് രണ്ടിന്റെയും ഒരു ഇംപ്ലിമെന്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കൊളാബറേറ്റീവ് ഗവേണൻസും സ്റ്റേറ്റ് മാർക്കറ്റ് സിവിൽ സൊസൈറ്റി നെറ്റ്വർക്ക്സും ഡെവലപ്പ് ചെയ്യാനായിട്ട് സ്റ്റേറ്റുകൾക്ക് സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവ്, ആ ഒരു ബാലൻസ്ഡ് പെർസ്പെക്റ്റീവ് ആണ് പോൾ സ്ട്രീറ്റ് ആൻഡ് എ ബാലൻസ്ഡ് സ്റ്റേറ്റ് മോഡലിനകത്ത് പറയുന്നത്. അതായത് ഇദ്ദേഹം പറയുന്നത് റെസ്പോൺസീവ് സ്റ്റേറ്റിന് വേണ്ടിയിട്ടാണ് നിലനിൽക്കുന്നത് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് പ്ലാനിങ്, പാർട്ടിസിപ്പേറ്ററി പോളിസി മേക്കിംഗ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ്, എത്തിക്കൽ റെഗുലേഷൻ ഓഫ് മാർക്കറ്റ്. അതായത് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് സ്റ്റേറ്റിലുള്ള സിറ്റിസൺസിന്റെ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കിയുള്ള പോളിസി മേക്കിങ്ങും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ്സും നടത്തി കൃത്യമായിട്ടുള്ള റെഗുലേഷൻസും കൂടെ ചെയ്തു കഴിഞ്ഞാൽ സ്റ്റേറ്റ് റെസ്പോൺസീവ് ആയിരിക്കും. എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റ് അതിന്റെ സിറ്റിസൺസിന് വേണ്ടിയിട്ട് റെസ്പോൺസീവ് ആയിരിക്കും എന്നുള്ളതാണ് പോൾ സ്ട്രീറ്റും പറയുന്നത്. അപ്പൊ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷനെ അഡാപ്റ്റ് തന്നെയാണ് വേണ്ടത്, അല്ലാതെ അതിൽ നിന്ന് പിൻവലിഞ്ഞു നിൽക്കുകയല്ല എന്നും കൂടെ സ്ട്രീറ്റും പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ റീ ഇമാജിൻഡ് സ്റ്റേറ്റ് എന്നുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്നത്തെ കാലത്ത് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ സൊസൈറ്റിയുടെ പെർസ്പെക്റ്റീവിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ നടക്കുന്ന ഇന്റർവെൻഷനെ സ്ട്രാറ്റജിക് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സാധിക്കുന്ന, ഡെമോക്രസി എന്ന് പറയുന്നത് അതിന്റെ പ്രോസസ്സിന്റെ ഭാഗമായിട്ടുള്ള, ഗ്ലോബൽ ലോക്കൽ ചലഞ്ചസിനെ കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന റെസ്പോൺസീവ് ആയിട്ടുള്ള, അതേപോലെ തന്നെ മാർക്കറ്റും സിവിൽ സൊസൈറ്റി ഒരേപോലെ കൊളാബറേറ്റീവ് ആയിട്ട് നിലകൊള്ളുന്ന അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ് ആയിരിക്കണം ഇനി ആവശ്യം എന്നുള്ളതാണ് ദ റീഇമാജിൻഡ് സ്റ്റേറ്റ് എന്നുള്ളതിനകത്ത് പറയുന്നത്. അപ്പൊ പുറകിലോട്ട് പോവുക എന്നുള്ളതായ റോളിംഗ് ബാക്ക് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ പീപ്പിൾ സെന്റേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് റീഇമാജിൻഡ് സ്റ്റേറ്റിനകത്ത് പറഞ്ഞു വെക്കുന്നത്. ഇനി ഗ്ലോബലൈസേഷന്റെ ഒരു പെർസ്പെക്റ്റീവിൽ സ്റ്റേറ്റിന്റെ റോൾ എന്താന്നുള്ളതാണ് പറയുന്നത്. ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സ്പേസിലും ടൈമിലും ഒക്കെ കൃത്യമായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അതായത് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസിന്റെ ഗ്രോത്ത്, അതുപോലെ ക്രോസ് ബോർഡർ ക്യാപിറ്റൽ ഫ്ലോസ്, ട്രാൻസ്നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നെറ്റ്വർക്ക്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് ഗ്ലോബലൈസേഷൻ എറ എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് കാരണം സ്പേസിലും ടൈമിലും ഉണ്ടാകുന്ന ഈ ചേഞ്ചസ് എന്തുണ്ടാക്കും? ഇന്റർ കണക്റ്റഡ്നെസ്സും അതുപോലെ തന്നെ ഇന്റർഡിപെൻഡൻസ് ഓഫ് സ്റ്റേറ്റ്സ്, എക്കണോമീസ് ആൻഡ് സൊസൈറ്റീസ്, വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പോലെ തന്നെ സ്റ്റേറ്റുകളും എക്കണോമീസും സൊസൈറ്റീസും തമ്മിലുള്ള ഇന്റർ കണക്ഷൻസും ഇന്റർഡിപെൻഡൻസും പോസിബിൾ ആകാനായിട്ട് തുടങ്ങും. അപ്പോ ആ ഒരു സ്റ്റേറ്റ് എന്നുള്ള പെർസ്പെക്റ്റീവിനെ സംബന്ധിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ആ സമയത്ത് റേസ് ആകാനുള്ള സാധ്യതയുണ്ട്. അതായത് പൊളിറ്റിക്കൽ ഓട്ടോണമി, സോവറിനിറ്റി, കൾച്ചറൽ ഐഡന്റിറ്റി, പബ്ലിക് അക്കൗണ്ടബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ ഉണ്ടാവും. ഇത് ഞങ്ങൾക്ക് തന്നെ നിലനിൽക്കുമോ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിന്റെ ഈ പെർസ്പെക്റ്റീവ്സ് നഷ്ടപ്പെട്ടു പോകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പൊ ഈ ഒരു കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തില് ഗ്ലോബലൈസേഷന്റെ തുടക്ക കാലഘട്ടത്തില് ഇത് സ്റ്റേറ്റിന്റെ അവസാനമാണോ, എൻഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണോ എന്നുള്ള രീതിയിലുള്ള കുറെ തോട്ട്സ് ഒക്കെ തിയറിസ്റ്റുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് പോസ്റ്റ് കോൾഡ് വാർ ഇറ 1990s ഈ ഒരു തോട്ടൊക്കെ ബേസിക്കലി വരുന്നത്. ഇപ്പൊ ഫ്രാൻസിസ് ഫക്യൂമ പറയുന്നത് ഇത് ഹിസ്റ്ററിയുടെ അവസാനമാണ്, ഐഡിയോളജിക്കൽ സ്ട്രഗിൾസ് തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. കെനിച്ചി ഒഹ്മെ പറയുന്നത് ബോർഡർലെസ് വേൾഡ് എന്ന് പറയുന്ന പെർസ്പെക്റ്റീവ് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഓരോ രാജ്യങ്ങൾക്കും ഓരോ ബോർഡർ ഉണ്ട്, ആ ബോർഡർ എന്ന് പറയുന്ന കൺസെപ്റ്റ് അവസാനിക്കും, നേഷൻ സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ഒരു വസ്തുത ഇല്ലാണ്ടായി മാറും എന്നുള്ളതൊക്കെയാണ് പറയുന്നത്.
അപ്പോ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിന്റെ ഒരു ഡെവലപ്മെന്റും അതുപോലെ തന്നെ സ്റ്റേറ്റ് സോവറിനിറ്റി, സെൻട്രാലിറ്റി തുടങ്ങിയ കാര്യങ്ങളുടെ ഒരു തകർച്ചയും ഈ ഒരു കാലഘട്ടത്തിൽ കാണും എന്നുള്ളതായിരുന്നു അന്ന്, അതായത് പോസ്റ്റ് കോൾഡ് വാർ ഇറയിൽ മുമ്പോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് പ്രഡിക്ഷൻസ്. അതായത് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആയിട്ടുള്ള MNC, NGO തുടങ്ങിയിട്ടുള്ള സംഘടനകളുടെ ഒരു ഗ്രോത്ത്, എക്സസീവ് ആയിട്ടുള്ള ഒരു ഗ്രോത്തും അതത് രാജ്യങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ സോവറിൻ പവർ അല്ലെങ്കിൽ സെൻട്രൽ പവേഴ്സ് ഒക്കെ അവസാനിച്ചു പോകും എന്നൊക്കെയുള്ള ഒരു പ്രൊഡിക്ഷൻസ് ആയിരുന്നു ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നിയോ ലിബറലിസം ആൻഡ് ദ മിനിമൈസേഷൻ ഓഫ് ദ സ്റ്റേറ്റ്, അതിനകത്ത് ബേസിക്കലി പബ്ലിക് ചോയ്സ് തിയറി അല്ലെങ്കിൽ റേഷണൽ ചോയ്സ് പെർസ്പെക്റ്റീവിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് നിയോ ലിബറലിസം, മിനിമൈസേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇൻഎഫിഷ്യന്റ്, റൺ സീക്കിംഗ്, ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിട്ടും മാർക്കറ്റ് എഫിഷ്യൻസിയെ ഹിൻഡർ ചെയ്യുന്ന ഒരു കൺസെപ്റ്റും ആയിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോ പ്രൈവറ്റൈസേഷൻ, ഡീറെഗുലേഷൻ, ട്രേഡ് ലിബറലൈസേഷൻ, സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാംസ്, IMFന്റെ വേൾഡ് ബാങ്കിന്റെയും കൂടെ ഈ പ്രോഗ്രാംസ് ഒക്കെ വരുന്നതോട് കൂടിയിട്ട് സ്റ്റേറ്റ് എൻഹാൻസ്ഡ് ആകും എന്നുള്ളതാണ് നിയോ ലിബറലിസം എന്നുള്ള പെർസ്പെക്ടിനകത്ത് പറയുന്നത്. പക്ഷേ ഈ നിയോ ലിബറലിസവും ഗ്ലോബലൈസേഷൻ ഏറയിൽ വന്നു കഴിഞ്ഞാൽ വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള കൺസെപ്റ്റിന്റെ ഒരു ഷ്രിങ്കിങ് ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതിന്റെ ഒരു ഫുള്ളി ഫ്ലെച്ച്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള കാര്യങ്ങളായിരിക്കില്ല നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതായത് ഹെൽത്ത് സെക്ടർ, എഡ്യൂക്കേഷണൽ സെക്ടർ, സോഷ്യൽ സെക്യൂരിറ്റി പ്രൊവിഷൻസ്, ഇതിൽ നിന്നൊക്കെ കൃത്യമായിട്ടുള്ള ഒരു പിന്മാറ്റം, അതുപോലെ പബ്ലിക് എംപ്ലോയ്മെന്റ് എന്നുള്ളതിനകത്ത് സബ്സിഡീസ് കൊടുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുള്ള പിന്മാറ്റം, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യുക അല്ലെങ്കിൽ ഗ്രോ ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള കൺസെപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് നിയോ ലിബറൽ ഗ്ലോബലൈസേഷൻ വരുന്നതോട് കൂടിയിട്ട് ഉണ്ടാവുക. അതായത് സ്റ്റേറ്റിന്റെ ആ ഒരു പ്രൊവൈഡർ എന്നുള്ള ഒരു റോളിൽ നിന്ന് കോൺട്രാക്ടർ അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ എന്നുള്ള ഒരു റോളിലേക്കുള്ള ചേഞ്ച് ആയിരിക്കും ഈ ഗ്ലോബലൈസേഷന്റെ ഇൻവോൾവ്മെന്റ് നിയോ ലിബറൽ തോട്ടിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പൊ ഈ റീതിങ്കിങ് വരുന്ന സമയത്ത് സ്റ്റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഡിസപ്പിയർ ആവുകയല്ല ചെയ്യുന്നത്. ഒരിക്കലും ആ കൺസെപ്റ്റ് അവസാനിച്ചു പോകുന്നില്ല. അത് മറ്റ് കൺസെപ്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ട് അഡാപ്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് റെഗുലേറ്ററി റോൾസ് അച്ചീവ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്കണോമിക് നെഗോഷിയേഷൻസ് പോസിബിൾ ആക്കുന്ന, പ്രൈസസുകൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന, ടെക്നോക്രാറ്റിക് ഫെസിലിറ്റേറ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഏജൻസി എന്നുള്ളതായിട്ട് സ്റ്റേറ്റ് മാറേണ്ടതായിട്ട് ഇന്നത്തെ കാലത്ത് ആവശ്യകതയുണ്ട് എന്നുള്ളത് പറയുകയാണ്. അപ്പോൾ സ്റ്റേറ്റിനെ സംബന്ധിച്ച് വെദർ എന്നുള്ളതിന് ആ ഒരു കൺസെപ്റ്റിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ വർക്ക് ചെയ്യണം ഗ്ലോബലൈസേഷന്റെ കാലഘട്ടത്തിൽ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് സ്റ്റേറ്റ് എത്തിപ്പെടുന്നു എന്നുള്ളത് പറഞ്ഞു വെക്കുകയാണ്. ഇനി പറയുന്നത് റെഗുലേറ്ററി അല്ലെങ്കിൽ എന്റർപ്രണറിയൽ സ്റ്റേറ്റ് എന്നുള്ളതാണ്. റെഗുലേറ്ററി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് അതോറിറ്റീസ് ആയിട്ടുള്ള ട്രായ്, സെബി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇൻഡിപെൻഡന്റ് അതോറിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരുന്നു. അതുപോലെ തന്നെ റൂൾ സെറ്റിംഗ്, ഓവർസൈറ്റ്, കോംപ്ലിയൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് സ്റ്റേറ്റുകൾക്ക് റെഗുലേറ്ററി റോളിൽ വരുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. ഇനി എന്റർപ്രണറിയൽ സ്റ്റേറ്റ് ആവുമ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ഇന്നവേറ്റർ ആയിട്ട് മാറുകയാണ്. അപ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കൃത്യമായി നടത്തി ഇന്നവേറ്ററും അതുപോലെ തന്നെ ഇൻവെസ്റ്ററും ആവുകയും ഗ്രീൻ എനർജി, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയും എന്റർപ്രണറിയൽ സ്റ്റേറ്റ് എന്നുള്ള റോളിൽ വരുന്നുണ്ട്. ഇനി ഓരോ ഫംഗ്ഷനും അതിന്റെ ഇമ്പാക്ട് എന്താന്നുള്ളതുമാണ് പറയുന്നത്. ഇപ്പോൾ എക്കണോമിക് പെർസ്പെക്റ്റീവിലാണെന്നുണ്ടെങ്കിൽ താരിഫ്സില് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഫോഴ്സിൽ കൺട്രോൾ കുറയുകയാണ് സ്റ്റേറ്റിന് ഉണ്ടാവുന്നത്. പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ ഇൻഫ്ലുവൻസ് കുറച്ചധികം കൂടുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൾച്ചറൽ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഹോമോജനൈസേഷന്റെ റിസ്ക്കും അതുപോലെ തന്നെ ലോക്കൽ ഐഡന്റിറ്റി എന്നുള്ള സാധനം നഷ്ടപ്പെട്ടു പോകാനുമുള്ള ഒരു സാധ്യതയുണ്ട്. ടെക്നോളജിക്കൽ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ സോവറിനിറ്റി അണ്ടർ ചലഞ്ച്, അത് ടെക്നോളജി എന്ന് പറയുന്നതിന് ഭയങ്കര ഒരു പ്രോമിനൻസ് വരികയും അത് അച്ചീവ് ചെയ്യാൻ പറ്റാത്തടത്ത് ഭയങ്കര ഒരു ഷോർട്ടേജ്, ഇനിക്വാളിറ്റി എന്നുള്ള ഒരു സാധനം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. സെക്യൂരിറ്റി എന്നുള്ളതിനകത്ത് സ്വാഭാവികമായിട്ട് ഈ ഒരു ഗ്ലോബലൈസേഷന്റെ വരവോട് കൂടിയിട്ട് ബോർഡർ ത്രെഡ്സ് കൃത്യമായിട്ടുണ്ടാവും. അതായത് ആ ഒരു ബോർഡർ ത്രെഡ്സ് എന്നുള്ള കൺസെപ്റ്റ് ഈ സെക്യൂരിറ്റി എന്നുള്ള സാധനത്തിനകത്ത് കുറച്ചും കൂടെ പ്രോമിനന്റ് ആയിട്ട്
സൈബർ സെക്യൂരിറ്റി, പാൻഡമിക് സെക്യൂരിറ്റി അല്ലെങ്കിൽ ടെററിസം തുടങ്ങിയിട്ടുള്ള പെർസ്പെക്ടീവ്സിലേക്കും കൂടെ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ട്രാൻസ്നാഷണൽ കൺസ്ട്രെയിൻസ് ഓൺ ദ സ്റ്റേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പോളിസീസ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് എക്സ്റ്റേണൽ പ്രഷറുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് സ്റ്റേറ്റുകൾക്ക് ഉണ്ടാവും. അതായത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, അല്ലെങ്കിൽ IMFന്റെ കണ്ടീഷണാലിറ്റീസ്, വേൾഡ് ബാങ്കിന്റെ കണ്ടീഷണാലിറ്റീസ്, ഇതൊക്കെ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ചില രാജ്യങ്ങളെ സംബന്ധിച്ച്, ചില സ്റ്റേറ്റുകളെ സംബന്ധിച്ച് അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല. അവരുടെ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റിന്റെ ഡെവലപ്മെന്റിന് അത് ചിലപ്പോൾ പ്രാക്ടിക്കൽ ആയിരിക്കില്ല. പക്ഷെ ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ ആ ഒരു കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് അപ്ലൈ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസിലേക്ക് സ്റ്റേറ്റ് എത്തുകയും ചെയ്യുന്നുണ്ട്. സോവറിനിറ്റി എന്ന് പറയുന്നത് മൾട്ടിലാറ്ററൽ ട്രേഡ് റെജീംസ് ആയിട്ടോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രീറ്റീസിന്റെ അടിസ്ഥാനത്തിലോ വർക്ക് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആയിട്ട് മാറുന്നത്. പാരീസ് അക്കോർഡ് അല്ലെങ്കിൽ WTO റോളിങ്സിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകൾ നിലനിൽക്കേണ്ട ഒരു സിറ്റുവേഷൻസ് നമ്മുടെ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം അതുപോലെ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കറൻസി എന്ന് പറയുന്ന കൺസെപ്റ്റ്, നമ്മള് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രൂപ എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളുടെ അവരുടെ മണി എമൗണ്ട് എന്തോ ആ സാധനത്തിന്റെ വിനിമയ നിരക്ക് എല്ലാം നമ്മൾ നോക്കുന്നത് ഡോളറിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഡോളർ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു എക്കണോമി ആയിട്ട് സൊസൈറ്റി മാറുന്നതായിട്ട് നമുക്ക് കാണേണ്ടതായിട്ട് വരുന്നു. അപ്പോ സ്റ്റേറ്റിന് ഈ ഒരു സിറ്റുവേഷൻസിൽ കൂടെ കടന്നു പോകേണ്ടത് കൊണ്ട് സ്വാഭാവികമായിട്ടൊരു അഡാപ്റ്റീവ് കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യേണ്ട ഒരു നീഡ് ഉണ്ടാവുകയാണ്. അതായത് റെലവൻസിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിലേക്ക് സ്റ്റേറ്റ് എത്തിപ്പെടുന്നു. ഇപ്പോൾ സ്ട്രാറ്റജിക് പ്ലാനിങ് കൃത്യമായിട്ട് നടത്തി ഡയറക്റ്റ് ഓണർഷിപ്പ് എന്നുള്ളൊരു സാധനത്തിനേക്കാൾ കൂടുതൽ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന് ഫോക്കസ് കൊടുക്കുകയും അതേപോലെ തന്നെ എഫിഷ്യൻസി, ഈ ഗവേണൻസ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് തന്നെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, കോമ്പറ്റിറ്റീവ് ഫെഡറലിസം എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ അഡാപ്റ്റീവ് കപ്പാസിറ്റീസിനകത്ത് സ്റ്റേറ്റ് എൻഹാൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടി വരുന്നത്. ഇനി ഗ്ലോബൽ സൗത്തും ഡെവലപ്മെന്റൽ സ്റ്റേറ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെവലപ്പിംഗ് നേഷൻസിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇൻഡിസ്പെൻസബിൾ ഏജന്റ് ഓഫ് ഡെവലപ്മെന്റ്, അതായത് പോവർട്ടി എലിവേഷൻ അല്ലെങ്കിൽ ജസ്റ്റിസ് റീഡിസ്ട്രിബ്യൂട്ടീവ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കും സ്റ്റേറ്റ് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഡെവലപ്മെന്റിന്റെ ഒരു ഏജന്റ് എന്ന രീതിയിലായിരിക്കും സ്റ്റേറ്റ് കൃത്യമായിട്ട് ഈ ഡെവലപ്പിംഗ് നേഷൻസിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ആ രാജ്യങ്ങളില് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി എന്തായിരിക്കണം, മറ്റ് ലീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് അല്ലെങ്കിൽ ഗ്ലോബൽ ലെൻഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് ഒരു ഡിപ്പെൻഡൻസി ട്രാപ്സ് റിമൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റി ബിൽഡിംഗ് എൻഹാൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, ഡെമോക്രാറ്റിക് ലെജിറ്റിമസി ഗ്ലോബൽ മാർക്കറ്റ് പ്രഷറിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ഇതിൽ തന്നെ നിലനിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ലാതാക്കുന്ന ഏജൻസി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് സ്റ്റേറ്റ് മാറേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നു. ഇപ്പൊ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ക്രൈസിസ് റെസ്പോണ്ടറും കൂടി ആയിട്ട് മാറണം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഒരു ക്രൈസിസ് റെസ്പോണ്ടറും കൂടി ആയി മാറിയാൽ മാത്രമാണ് ഇന്നത്തെ ഒരു ഗ്ലോബലൈസേഷൻ എറയിൽ സ്റ്റേറ്റിന്റെ റോള് കംപ്ലീറ്റഡ് ആകുള്ളൂ എന്ന് പറയുകയാണ്. അതായത് ഇപ്പൊ COVID-19 പാൻഡമിക്കിന്റെ സമയത്താണെന്നുണ്ടെങ്കിൽ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിനകത്ത് സ്റ്റേറ്റിന്റെ റോള്, അല്ലെങ്കിൽ എമർജൻസി ഇന്റർവെൻഷൻസിനകത്ത് സ്റ്റേറ്റിന്റെ റോള്, സ്റ്റിമുലസ് പാക്കേജുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിന്റെ അടുത്ത് സ്റ്റേറ്റിന്റെ റോള്, ഇപ്പൊ ക്ലൈമറ്റ് ക്രൈസിസ് അല്ലെങ്കിൽ സൈബർ വാർഫെയർ, എനർജി സെക്യൂരിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ സ്റ്റേറ്റിന്റെ പ്രിപ്പയർഡ്നെസ്സും അതുപോലെ തന്നെ ലീഡർഷിപ്പും ക്രൈസിസ് റെസ്പോണ്ടർ എന്നുള്ള ഒരു രീതിക്ക് ആകേണ്ടതാണ്. ഇനി ഗ്ലോബൽ ഗവേണൻസ് നെറ്റ്വർക്സിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ നെറ്റ്വർക്സിനകത്തൊക്കെ കൃത്യമായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് സ്റ്റേറ്റിനെ ഒരു നോം സെക്ടർ ആയിട്ട് അല്ലെങ്കിൽ ഗ്ലോബൽ ഇന്റർമീഡിയറീസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഗ്ലോബൽ ഒബ്ലിഗേഷൻസ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് അക്കൗണ്ടബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. ഇനി സോവർണിറ്റി, ഇന്റഗ്രേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലുള്ള ഒരു ഡിലമ്മയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എക്കണോമിക് ഇന്റഗ്രേഷൻ ഉണ്ടെങ്കിൽ റെഗുലേറ്ററി ഓട്ടോണമി സ്വാഭാവികമായിട്ട് വീക്കെൻഡ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം മൈഗ്രേഷൻ എന്ന് പറയുന്നത് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ
കൺട്രോൾ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ബോർഡർ കൺട്രോളും അതുപോലെ ഐഡന്റിറ്റിക്കകത്തൊക്കെ ആയിരിക്കും ഇഷ്യൂസ് വരിക. ഇപ്പൊ ഡാറ്റ ഗവേണൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ മെറ്റ അല്ലെങ്കിൽ ഗൂഗിൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ സോവറിനിറ്റിനെ ചലഞ്ച് ചെയ്യുന്ന കൺസെപ്റ്റുകളായിട്ട് ഇന്നത്തെ സൊസൈറ്റിയിൽ മാറുന്നുണ്ട്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ ഇന്റേണൽ ലെജിറ്റിമസിയും എക്സ്റ്റേണൽ അലൈൻമെന്റും ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി റീഅസേർഷൻ ഓഫ് ദ നേഷൻ സ്റ്റേറ്റ് ഇൻ ദ 21st സെഞ്ചുറി, അതിനകത്ത് പറഞ്ഞു വെക്കുന്നത് എക്കണോമിക് നാഷണലിസത്തിന്റെയും അതുപോലെ തന്നെ ഡീഗ്ലോബലൈസേഷന്റെയും ഒരു ഉയർച്ച അല്ലെങ്കിൽ ഒരു വളർച്ചയാണ് പറഞ്ഞു വെക്കുന്നത്. ഇപ്പൊ ട്രേഡ് വാർ, ബ്രെക്സിറ്റ്, ആന്റി ഗ്ലോബലിസ്റ്റ് പോപ്പുലിസം, യൂറോപ്പിലും യു എസിലും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്ന ഈ കൺസെപ്റ്റുകളൊക്കെ ഈ എക്കണോമിക് നാഷണലിസം അല്ലെങ്കിൽ ഡീഗ്ലോബലൈസേഷന്റെ ഒക്കെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള വസ്തുതകളാണ്. സ്റ്റേറ്റ് സെൻട്രിക് ആയിട്ടുള്ള ഡിസ്കോഴ്സുകൾ, പ്രത്യേകിച്ച് പോളിസി, മീഡിയ, ഡിപ്ലോമസി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ തിരിച്ചു വരേണ്ടതിന്റെ ഒരു ആവശ്യകതയെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി സ്റ്റേറ്റ് അതേപോലെ തന്നെ ഇപ്പൊ റെഗുലേറ്ററി അല്ലെങ്കിൽ വെൽഫെയർ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഡിജിറ്റൽ ആൻഡ് സർവൈലൻസ് സ്റ്റേറ്റ് ആയിട്ട് മാറേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അതായത് ഗ്ലോബലൈസേഷൻ വരുന്നതോട് കൂടിയിട്ട് ഡാറ്റ അതുപോലെ തന്നെ AI തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. സ്റ്റേറ്റിന്റെ സർവൈലൻസ് പവറിനകത്ത് സ്വാഭാവികമായിട്ട് എക്സ്പാൻഷൻസ് ഉണ്ടാവും. ഇപ്പൊ ബയോമെട്രിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ബയോമെട്രിക്സ് കൂടുതലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യും. ഇപ്പൊ ആധാർ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആധാർ, ചൈനയിലാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ ക്രെഡിറ്റ്, ഇത്തരം കൺസെപ്റ്റുകളൊക്കെ ബയോമെട്രിക് ഇംപ്ലിമെന്റേഷൻസ് ആണ്. ഇപ്പൊ പ്രൈവസി വേഴ്സസ് സെക്യൂരിറ്റി എന്നൊക്കെയുള്ള ഒരു തോട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഏത് സൈഡിലാണ് നിൽക്കേണ്ടത്, പ്രൈവസിയുടെ ഭാഗത്താണോ സെക്യൂരിറ്റിയുടെ ഭാഗത്താണോ നിൽക്കേണ്ടത് എന്നൊക്കെയുള്ളൊരു ക്ലാഷുകളും ഇതേ തുടർന്ന് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇനി സ്റ്റേറ്റിന്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് ആക്ച്വലി സ്മാർട്ട് സ്റ്റേറ്റ് എന്നുള്ളതിനകത്താണുള്ളത്. അതായത് ഗവേണൻസിന്റെ ഫ്യൂച്ചർ ഇനി അതിനകത്താണ്. അതായത് സ്മാർട്ടായിട്ട്, സ്ട്രാറ്റജിക് ആയിട്ട്, റെസ്പോൺസീവ് ആയിട്ട് നിലനിൽക്കുന്ന സ്റ്റേറ്റുകളെ ആയിരിക്കും ഇനിയുള്ള കാലഘട്ടത്തിൽ സക്സസ്ഫുൾ സ്റ്റേറ്റ്സ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടാവുക. സ്മാർട്ട് എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി അല്ലെങ്കിൽ ടെക്നോളജിക്കലി ഡെവലപ്ഡ് ആയിരിക്കുക. സ്ട്രാറ്റജിക് എന്ന് പറഞ്ഞാൽ നാഷണലും ഗ്ലോബൽ ഇൻട്രസ്റ്റുകളെയും ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. റെസ്പോൺസീവ് എന്ന് പറഞ്ഞാൽ സിറ്റിസൺസിനും സ്റ്റേക്ക് ഹോൾഡേഴ്സിനും വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്റ്റേറ്റുകളെ ആയിരിക്കും ഗ്ലോബലൈസ്ഡ് വേൾഡിനകത്ത് സക്സസ്ഫുൾ സ്റ്റേറ്റ്സ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടാവുക. അഡാപ്റ്റീവ് ഗവേണൻസ് അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, റെസിലിയന്റ് സ്റ്റേറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ ഒരു ഇൻകോപ്പറേഷൻസ് കൊടുക്കുന്ന സ്റ്റേറ്റുകൾക്കായിരിക്കും ഈ സ്മാർട്ട് സ്റ്റേറ്റ് എന്നുള്ളത് ഈസി അച്ചീവബിൾ ആയിട്ട് ഉണ്ടാവുകയും ചെയ്യാം. ഇപ്പൊ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് വരുന്നതോട് കൂടിയിട്ട് സ്റ്റേറ്റ് വേഴ്സസ് മാർക്കറ്റ് എന്നുള്ളതിനകത്ത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു നെഗോഷിയേറ്റർ ആണ്, അതേപോലെ തന്നെ നോം സെറ്റർ ആയിട്ട് മാറുകയും ഇക്വിറ്റിയും എഫിഷ്യൻസിയും ബാലൻസ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. എത്തിക്കൽ ഗവേണൻസും സ്ട്രാറ്റജിക് ലീഡർഷിപ്പും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് സ്റ്റേറ്റ് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഭാവിയിലേക്ക് സ്റ്റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ ഒരു ചലഞ്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലോക്കലി റൂട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ലോക്കലി റൂട്ടഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾക്ക് ഒരു ഗ്ലോബൽ എൻഗേജ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നതായിരിക്കും സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ചലഞ്ചബിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിട്ട് വരിക. അപ്പൊ ഇത്രയാണ് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ചേഞ്ചിങ് പെർസ്പെക്ടീവ്സ് ഓഫ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിന്റെ ചേഞ്ചിങ് പെർസ്പെക്ടീവ്സ്. ഈ ക്വസ്റ്റ്യൻ ഡിസംബർ 2023 ജൂൺ 2023 റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് പാർട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ലിബറൽ പെർസ്പെക്ടീവ്, മാർക്സിസ്റ്റ് പെർസ്പെക്ടീവ്, നിയോ ലിബറൽ പെർസ്പെക്ടീവ്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗ്ലോബലൈസേഷൻ എറ എന്ന് ആ ഒരു സമയത്ത് സ്റ്റേറ്റിന്റെ ചേഞ്ച് എന്ത് എന്നുള്ളത് വരെ ഈ ഒരു ഇതിനകത്ത് പറയേണ്ടതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നിയോ ലിബറലിസം ഹാസ് ഇമ്പാക്റ്റഡ് ഓൺ ദ ഡിസിപ്ലിൻ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. കമന്റ്. ഇപ്പൊ ജൂൺ 2023, ഡിസംബർ 2023, ഡിസംബർ 2022 ഈ 3 പ്രാവശ്യത്തെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിയോ ലിബറലിസം എന്നുള്ള തോട്ട്, ആ ഒരു പെർസ്പെക്ടീവ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്.
ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടാണ് പറയുന്നത്. നിയോ ലിബറലിസം ഹാസ് ഇമ്പാക്റ്റഡ് ഓൺ ദ ഡിസിപ്ലിൻ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ആ നിയോ ലിബറലിസത്തിന്റെ വരവോട് കൂടിയിട്ടാണ് നമ്മൾ ന്യൂ പബ്ലിക് മാനേജ്മെന്റ് എന്നൊക്കെയുള്ള കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോ ആ ഒരു പെർസ്പെക്റ്റീവിന്റെ ഗ്രോത്തിനെ കുറിച്ചിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത് ആൻസർ ചെയ്യേണ്ടത്. ഇപ്പൊ നിയോ ലിബറലിസം എന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ചോദ്യങ്ങളും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ലിബറൽ പെർസ്പെക്റ്റീവ് ഓഫ് ദ സ്റ്റേറ്റ്. ലിബറൽ പെർസ്പെക്റ്റീവ് എന്താന്നുള്ളത് എഴുതുക എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ലിബറൽ പെർസ്പെക്റ്റീവ്, അതിനകത്തുള്ള ലിബറൽ തിയറിയുടെ എവല്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള തിയറിസ്റ്റുകൾ, അവരുടെ തോട്ട്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യനകത്ത് എഴുതേണ്ടത്. ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റഡ് ആണ്. താങ്ക് യു.